ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ചെമ്മീനും പച്ചക്കായും വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ ചതച്ചെടുത്തത് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലൊന്ന് അടച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഒന്ന് അടച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം ഫിഷ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് മസാല ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ പൊടികളൊക്കെ ഇതേ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചെമ്മീൻ കൂടെ നമ്മുടെ ഈ ഒരു മസാലയിൽ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല പൊടിയായിട്ടുള്ള ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മീനിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ചൂടമീൻ കൂടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല എത്തുന്ന രീതിയിൽ ചെമ്മീൻ ഫുള്ളായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുടംപുളിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ 2-3 കഷ്ണം കുടംപുളി ഞാൻ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചൂടുവെള്ളവും ആ ഒരു പുളിയുടെ കഷ്ണം കൂടെ ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുടംപുളിക്ക് പകരമായിട്ട് വാളംപുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും പുളി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചെറിയൊരു പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പച്ചക്കായും അതേപോലെ തന്നെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കായക്ക് കുറച്ചധികം തന്നെ ഒരു വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് കുക്കറിലും സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കുറച്ചൊന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് കറണ്ട് പോയതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കറി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറി ഒന്ന് വറവിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാട്ടി വെച്ചതുകൊണ്ട് തന്നെ വേറെ ഒന്ന് വറവിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അവിടെ ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.